അപ്പം ഇത്രയും സാധനം നമുക്ക് ചായച്ചെടുക്കാം കേട്ടോ. അതിലേക്കുള്ള കുടംപുളി ഇതാ വേറെ ചട്ടിയിൽ തിളപ്പിച്ചെടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ടിട്ട് ആ പുളി നല്ല ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല കേദറ മീൻകറി ഉണ്ടാക്കാൻ പോണ് മസാല. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില കണ്ടിട്ടോ. വേപ്പില ചതച്ചതല്ലേ. അപ്പം നമ്മൾ അടുപ്പത്ത് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാവാൻ കാത്തിരിക്കുക കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉലുവട്ട് കൊടുക്കാം. ഉലുവ മൂത്തിയ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ ചുമന്ന് മൂത്ത് നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് കൊച്ചുള്ളി ചതച്ചിട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് ചെറുതായി മുക്കുക. തീ ലോ ഫ്ലെയിമിലാക്കി അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള കാശ്മീരി മുളക് പൊടി നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. അതിലേക്ക് ചെറിയൊരു തക്കാളി കൂടിയിട്ട് ഇട്ട് വഴറ്റാം കേട്ടോ. അത് വേണമെങ്കിൽ മതി, തക്കാളി നിർബന്ധമില്ല. നമ്മൾ കുടംപുളിയിൽ ഉപ്പിടുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിത് മസാല രൂപത്തിലുണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തത് കേട്ടോ. കറിയല്ല. തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരാൻ വേണ്ടി വേഗം വെച്ച് വെക്കാം. നോക്കാം. തക്കാളി നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഉടച്ചു കൊടുക്കാം. അതിന് ഇതുവരെ ലോ ഫ്ലെയിമിലായിരുന്നു. ഇതിനെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച കുടംപുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാല തൈ രൂപത്തിലേക്ക് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പും പുളി എരിവൊക്കെ നോക്കിയതിന് ശേഷം നമുക്കൊരു മീനിട്ടത് ഇടാം. ഇതാ കഴുകി റെഡിയാക്കി വെച്ച മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം മസാലയിൽ ഞാനിതിനെ ഇളക്കി യോജിപ്പിച്ച് വെന്ത് വരുമ്പോൾ ഈ പരുവത്തിലാവും. അപ്പം നമുക്കിത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. തിളപ്പിച്ച വെള്ളം നമുക്കിതിനടച്ച് വെച്ച് വയ്ക്കാം. നന്നായി നന്നായി കത്തി തിളപ്പിച്ച് വേവിക്കണം മീൻ കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ എപ്പോഴും ഇളക്കാൻ പറ്റില്ല, ഇളക്കിയാൽ ഉടഞ്ഞു പോകും. അപ്പം ഒന്ന് തിളച്ചിട്ട് ഇളക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി റെഡിയാക്കി ഒന്നുകൂടെ അടച്ചു കൊടുക്കാം. ഇനി ഞാനിത് വെന്തിട്ടേ ഉള്ളൂ തുറക്കുക. താനിതാ താനുവിൻ്റെ വണ്ടി റിപ്പയർ ചെയ്യുകയാണ്. വണ്ടിയുടെ ഉള്ളിൽ ബാറ്ററി ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. താനുട്ടാ വണ്ടി റിപ്പയറിംഗ് ആയതുകൊണ്ട്